ഞാൻ ചെറുതായിട്ട് എല്ലാവരും ഒന്ന് എടുത്തതേ ഉള്ളൂ. ഹായ്. ഇൻസ്റ്റയിൽ ഇടോട്ടാ, അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അല്ലെ. ഇപ്പൊ പോട്ടോട്ടാ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഉത്സവത്തിന്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നാണ് മഹോത്സവ ദിവസം. അതായത് കാവടി താല എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് മഹോത്സവമാണ്, ആനയൊക്കെയുള്ള ഉത്സവം. അതാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയേക്കാണ്ടത്. മിച്ചുമോ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ എന്തൊക്കെയോ കാണിച്ചൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കോടിയൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് എന്താ പറയാ നല്ല ഹാപ്പി ആയിട്ട് ഉത്സവത്തിന് പോയേക്കാണ്ട്. അപ്പം കണ്ണൻ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട്, അതായത് ഇവിടെ ബ്ലോക്ക് ഒക്കെ ആവാതിരിക്കാൻ വേണ്ടി വണ്ടികളൊന്നും ഈ റോഡിലൊന്നും പാർക്ക് ചെയ്യില്ല കേട്ടോ, അങ്ങോട്ട് മാറ്റിയിട്ട് ഇടുള്ളൂ. അപ്പൊ വണ്ടി മാറ്റിയിടാൻ വേണ്ടി പോയേക്കാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പയ്യെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ അതേ നിച്ചുമോനെ ഇങ്ങനെ കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മനെ വേഗത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് കണ്ണൻ വണ്ടിയൊക്കെ ഇട്ടിട്ട് വന്നു. പിന്നെ നമ്മൾ നേരെ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. എന്റെ ഡ്രസ്സ് ഇതാണ്. ഞാൻ ചുമ്മാ എന്റെ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് എന്റെ ഒരു വീഡിയോ എടുത്ത് തരുമെന്ന് പറഞ്ഞാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്യാമറയുടെ പിന്നിൽ മാത്രമായി പോകില്ലേ. അപ്പോൾ പിന്നെ ഇത് എല്ലാവരും ഉണ്ട്. ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ വല്യമ്മ, പിന്നെ നമ്മുടെ ഒരു ചേച്ചി തന്നെയാണ് കേട്ടത്. അപ്പൊ എല്ലാവരും കൂടി നിന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നന്ദു കുഞ്ഞിനെയൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ്. ഉത്സവത്തിന് ചെന്ന് കഴിഞ്ഞാല് എന്താ പറയാ, നമ്മൾ കുറച്ചൊരു ഉത്സവം കാണും, പിന്നെ കുറെ നേരം സംസാരിച്ച് നിൽക്കും. എല്ലാ ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഓണത്തിന്, വിഷുവിന് അങ്ങനത്തെ ഉള്ള സമയങ്ങളിൽ നമ്മൾ നാട്ടിൽ വന്നേക്കാൾ ഇപ്പൊ ഗൾഫിലൊക്കെ പോയോ എവിടേക്ക് പോയവരാണെങ്കിലും ഈ ഒരു സമയമാകുമ്പോൾ എല്ലാവരും എത്തും. നമ്മൾ ഓണത്തിനും വിഷുവിനൊക്കെ എത്തുമ്പോൾ അതൊക്കെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ നമുക്ക് എല്ലാവരെയും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. നടന്ന് ഓരോ വീടും കയറി ഇറങ്ങി നമുക്ക് എല്ലാവരെയും കാണാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ ഉത്സവത്തിന് വരുമ്പോ എന്ന് വെച്ചാൽ എല്ലാവരും ഈ അമ്പലമുറ്റത്ത് ഉണ്ടാവും. അപ്പൊ നമുക്ക് പിന്നെ എന്താ പറയാ, പണ്ടത്തെ നമ്മുടെ ഫ്രണ്ട്സും നമ്മൾ ജനിച്ചു വളർന്നപ്പോ തൊട്ടുള്ള ആൾക്കാര് എല്ലാവരും കാണണമെങ്കിൽ നമ്മൾ ആ നാട്ടിലെ ഉത്സവത്തിന്റെ സമയത്ത് ചെല്ലണം. അപ്പോഴായിരിക്കുള്ളൂ നമുക്ക്. ഇതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ നാട്ടിലെ ഉത്സവത്തിന് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ പണ്ട് തൊട്ട് നമ്മൾ ചെറിയ സ്കൂളിലൊക്കെ പഠിച്ച കൂട്ടുകാരും പല പല നാടുകളിലേക്ക് കല്യാണം കഴിച്ചു വിട്ടവരുണ്ടാവും, അല്ലെങ്കിൽ അവിടുന്ന് വീട് മാറിപ്പോയവരുണ്ടാവും. പക്ഷെ കുറേ ആൾക്കാർ വരും കേട്ടോ ഉത്സവത്തിന്റെ സമയമാകുമ്പോൾ. എവിടെന്നെങ്കിലുമൊക്കെ ആ സമയമൊക്കെ ചോദിച്ചറിഞ്ഞ് എല്ലാവരും നാട്ടിലെത്തും. അപ്പൊ അതൊക്കെ നമുക്ക് വീണ്ടും ഇങ്ങനെ എല്ലാരെയും കാണുമ്പോൾ, കുറെ നാളെത്തി കാണുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ എനിക്കങ്ങനെ ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നാറുണ്ട് കേട്ടോ ഉത്സവത്തിന്റെ സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് കൂടുന്നത്. ഇതേപ്പം നമ്മുടെ ഇസക്കുട്ടി എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവര് കപ്പലുണ്ട് കണ്ട വായിൽ വെച്ചോണ്ടിരിക്കുന്നത്. ഇവര് ഭയങ്കര കൂട്ടാണല്ലോ. അപ്പൊ ഓരോ പൊട്ടൊക്കെ തൊട്ടൊക്കെ ഉണ്ട്, അവളും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഇവര് ഇങ്ങനെ കസിൻസ് ആണ്, അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. പിന്നെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ദീപങ്ങൾ വെച്ചിട്ടാണെങ്കിലും ലൈറ്റ്സ് ഇട്ടിട്ടാണെങ്കിലും കണ്ടോ, മരത്തുമലക്കൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഒത്തിരി ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കഴിക്കാനും ഒരുപാട് സാധനങ്ങളുണ്ട്. ബജ്ജി, ഇങ്ങനെ കോളിഫ്ലവർ വറുത്തത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അതൊക്കെ പോയി നമ്മൾ കഴിക്കും. കണ്ടുപിടിക്കുന്നുണ്ട്, നമ്മള് റീലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റയിൽ ഇടോട്ടാ, അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അല്ലെ. ഇവൾക്കാണ് കൂടുതൽ ഫോളോവേഴ്സ്, അവരെന്നെ കൂടി ഫോളോ ചെയ്യാം. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വെടിക്കെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെടിക്കെട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇവന്മാര് എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ കളികളൊക്കെ ആയിട്ട് അവരവിടെ ഇരിക്കുകയാണല്ലോ. അപ്പൊ അവരത്ര മൈൻഡൊന്നും ചെയ്തില്ല. പിന്നെ നല്ല പോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. കുറെ കൂവലും എന്താ പറയാ, ഭയങ്കര സന്തോഷമായി അവർക്ക്. അത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള കാര്യം ആലോചിക്കുകയാണ്. ഈ വെടിക്കെട്ടൊന്നും എൻ്റെ വീട്ടിൽ ആർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഞാൻ എപ്പോഴും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു, പേടിയായിരുന്നു വെടിക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് അവരിങ്ങനെ ആസ്വദിച്ചത് കണ്ടുകൊണ്ടിരിക്കുകയും ഉണ്ണിമോളൊക്കെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവർ ഭയങ്കര ചെറുതായിരുന്നപ്പോൾ ഇത്തിരി വിഷമവും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പോഴൊക്കെ അവർക്കത് ഭയങ്കര ഇഷ്ടത്തോടെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെടിക്കെട്ട്. അപ്പം ഇതും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വീട്ടിലേക്കൊക്കെ പോകാനുള്ള പരിപാടിയായി. പിന്നെ കുറച്ച് പേരൊക്കെ
അവിടെ തന്നെ ഉണ്ടാവും. ചേട്ടനൊന്നും പോരൂല കേട്ടോ. അവരൊക്കെ അമ്പലത്തിൽ തന്നെയാണ് ഇന്നത്തെ ഒരു ഉത്സവ ദിനം മൊത്തത്തിൽ ചെലവഴിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ തന്നെ ഇരിക്കും. ഞങ്ങളൊക്കെ വീട്ടിലേക്ക് പോന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ അല്ല, വെളുപ്പിന് വന്നിട്ട് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അതിപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ പോവാറായപ്പോഴത്തേക്ക് ചേച്ചിയും അനിയനും കൂടി നിന്നിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞാട്ടോ. അല്ലേ? യെസ്. ഇന്നത്തെ അല്ലേ കൊല്ലത്തെ ഉത്സവം ക്ലോസ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഉത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് കഴിയാണ്. മൈക്ക് കണ്ടില്ലേ? മൈക്ക് വേണ്ട. അപ്പൊ ഇത് കഴുകിയപ്പോ കഴുകി വെക്കാം. അപ്പൊ ബൈ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വെളുപ്പിനുള്ള കാര്യം. ഇവിടെ പൊങ്കാല ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ അമ്പലത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ, വേറെ കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വന്ന് പൊങ്കാല ഇടാറുണ്ട്. അപ്പൊ അമ്മയും ചേച്ചിയൊക്കെ എപ്പോഴും ഇത് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ എനിക്കെന്തോ തോന്നി, ഈ കൊല്ലം വന്നിട്ട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും വെളുപ്പിനൊക്കെ എണീറ്റ് വന്നു. അല്ലെങ്കിൽ ഞാൻ പൊതുവെ വെളുപ്പിനൊന്നും എണീക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ട് പൊങ്കാലയൊക്കെ ഇട്ടു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ എന്തായാലും ഈ കൊല്ലത്തെ ഉത്സവം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പം എല്ലാ ഉത്സവവും ഇതുപോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, നമ്മുടെ വിശേഷങ്ങളെല്ലാം ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.